ഇത്തരം അവസ്ഥകൾ ആർക്കും ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ മുതലായ കഠിന രോഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളോളം നീളുന്ന ചികിത്സയ്ക്കൊടുവിൽ രോഗി കിടക്കയിലേക്ക് തള്ളപ്പെടുന്നു. കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന ഇത്തരം ഹതഭാഗ്യർക്ക് വേദനയും പട്ടിണിയും കൂട്ടായി മാറുന്നു. ഇവരുടെ വേദനയകറ്റി കഷ്ടപ്പാടുകൾ കുറയ്ക്കുവാനായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം. കായംകുളത്തും പരിസരത്തും ഇത്തരം രോഗബാധിതരെ അവരുടെ വീടുകളിലെത്തി സാന്ത്വന പരിചരണം നൽകി വരുന്ന പ്രസ്ഥാനമാണ് കൃഷ്ണപുരം സാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ നവംബറിൽ കൃഷ്ണപുരത്ത് സാന്ത്വനതീരം എന്ന പേരിൽ ഒരു സാന്ത്വന പരിചരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ KC വേണുഗോപാലിന്റെ MP ഫണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെ പൂർത്തീകരണത്തിന് ഒട്ടേറെ സുമനസ്സുകളുടെ സഹായം ലഭ്യമായിട്ടുണ്ട്. ഇനിയും വളരെയേറെ ഭൗതിക സാഹചര്യങ്ങൾ പൂർത്തിയാകുവാനുള്ള ഈ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സഹായത്താൽ മരുന്ന്, ആഹാരം, സാന്ത്വന പരിചരണം, സൗജന്യ ആംബുലൻസ് സേവനം എന്നിവ ലഭ്യമാവുന്നു. ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്ന ഈ പരിശ്രമത്തിൽ സുമനസ്സുകളുടെ സംഭാവനകൾ എത്ര ചെറുതായാലും വിലമതിക്കപ്പെടുന്ന ഒന്നായിരിക്കും. നമ്മുടെ സഹജീവികളുടെ പട്ടിണിയും വേദനയും അകറ്റുവാൻ അത് സഹായകരമായിരിക്കും. നമ്മുടെ വീടുകളിൽ നടക്കാറുള്ള വിവാഹം, ഗൃഹപ്രവേശം, പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കപ്പെടുന്ന തുകയിൽ ചെറിയ ഒരംശം ഇക്കാര്യത്തിനായി നീക്കിവെച്ചാൽ നന്നായേനെ. വളരെയേറെ സിറ്റിയിൽ പോയി രൂപ 6000 ഇവിടെ വന്ന പിന്നെ ഇവിടുത്തെ ലിസ്റ്റ് നമുക്ക് മരുന്ന് വെച്ച പിന്നീട് കൊരണ്ടിപ്പുറത്തിരുന്ന് വെളിക്കിറങ്ങി പോകുന്ന ആളായിരുന്നു. ഈ ലിസ്റ്റ് വന്ന് മരുന്ന് വെച്ച പിന്നീട് എനിക്ക് വളരെ സമാധാനം. സാന്ത്വനമെന്ന് പറഞ്ഞാൽ വളരെയേറെ വിജയിക്കേണ്ടതാണ്. വളരെ ഉപകാരമെന്ന് പറഞ്ഞാൽ വളരെ പാവം പിടിച്ചവർക്ക് പൊടിയേരിയും മറ്റുള്ള സാധനങ്ങൾ പിന്നെ മരുന്ന് ചെയ്യുന്നുണ്ട്. അതിനൊന്നും പൈസ മേടിക്കുന്നില്ല. ഈ സ്ഥാപനം വളരെയേറെ വിജയിച്ചു വരണമെന്ന് നമ്മുടെ ആഗ്രഹം. സാന്ത്വന പരിചരണ സഹായ നിധിയിൽ അംഗമായി ചേർന്ന് ഈ സാന്ത്വന പരിചരണ പദ്ധതിയിൽ സഹായിക്കണമെന്ന് എല്ലാ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നു.
സാന്ത്വനം ഏറ്റെടുത്തിട്ടുള്ള ഈ കർമ്മ പരിപാടിക്ക് എല്ലാ സാമൂഹ്യ പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.